അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ചീരയാണ്. നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത് 2 കളർ ചീരയാണ്. റെഡ് കളർ ചീരയും ഗ്രീൻ കളർ ചീരയാണ്. ഇതിൽ 2 ടൈപ്പ് ചീര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സവാള ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർലിക്. ഇത്രയും സംഭവങ്ങളാണ് നമ്മളതിൽ വെജിറ്റബിളായിട്ട് യൂസ് ചെയ്തേക്കുന്നത്, ഇൻഗ്രീഡിയൻസ് ആയിട്ട്. ഉള്ളിൽ സ്റ്റഫ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മളതിൻ്റെ പുറത്തെ ലെയറായിട്ടുള്ള ചിക്കൻ ബോൺലെസ് പീസ്, ബ്രസ്റ്റ് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് ആദ്യം. അതിനൊരു ലവ് ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ മസാല തയ്യാറാക്കി അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് കറക്റ്റ് റൗണ്ട് ഫിഗർ ആക്കിയിട്ടാണ് നമ്മളതിനെ പാനിലേക്ക് വെച്ച് ഗ്രില്ല് ചെയ്യുന്നത്. മസാല തയ്യാറാക്കാനായിട്ട് ഒരു കുഴിയുള്ള കടായിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. അതിലേക്ക് ആദ്യം ഗാർലിക് ജസ്റ്റ് ഇട്ട് സോട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ആഡ് ചെയ്തു. ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നമ്മളെ എല്ലാ മസാലകളും ഒന്നിച്ച് അതിലേക്ക് ചീര 2ഉം ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്ത് ജസ്റ്റ് കടായിലിട്ട് നമ്മൾ സോട്ട് ചെയ്യാണ്. സോട്ടായതിനു ശേഷം നമ്മൾ അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്പം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്തു. മസാല നല്ലോണം സോട്ടായതിനു ശേഷം നമ്മളതിലേക്ക് ജസ്റ്റ് അതിനൊരു ഇതിലേക്ക് മാറ്റാണ്. കടായി തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത് മാറ്റി. പിന്നെ നമ്മൾ ആദ്യം ആ ബ്രസ്റ്റ് പീസിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകത്തിൻ്റെ പൊടി, പിന്നെ അല്പം നാരങ്ങ നീര്. ഇത്രയും ബേസ് നമ്മൾ ഇട്ടതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്റ്റഫ് അതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യുന്നത്. അതിലേക്ക് ചീരയുടെ മസാല നമ്മൾ ജസ്റ്റ് അതിലേക്ക് ഫില്ല് ചെയ്ത് വെച്ചു. ഇനി നമ്മളിതിനെ റൗണ്ട് ഷേപ്പ് ആക്കിയെടുത്ത് അതിൽ ഓരോരോ ലെയറായിട്ട് കട്ട് ചെയ്ത് അതിനെ പാനിൽ വെച്ച് ഗ്രില്ല് ചെയ്ത് മാറ്റാം.
അതാണ് നമ്മുടെ ചിക്കൻ ചീര അല്ലെങ്കിൽ സ്പിനാച്ച് ചിക്കൻ.